ഇവിടെ ബഹുമാനപ്പെട്ട നെൽക്ക ഹാജിയാർക്ക് നൽകിക്കൊണ്ട് പൂക്കാക്ക നൽകിക്കൊണ്ട് പ്രകാശനം നടത്തുകയാണ്. രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തൈലിങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ നമ്മളെ അശ്വരിയ സഖാഫി അവരെ ഉമ്മയും ഫാമിലിയൊക്കെ മജ്ലിസിലുണ്ടെന്ന് അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, ഖൈർ അള്ളാഹു നൽകുമാറാകട്ടെ. രണ്ടുപേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ദുആയിലേക്ക് കിടക്കാണ്. വേറെ ചടങ്ങുകളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ദുആ തുടങ്ങുമ്പോൾ നിങ്ങളെ സ്ഥലങ്ങളിലേക്ക് ഇരിക്കുന്നിടത്തേക്ക് എന്നെ ചീരണി വരും. Allahu Akbar, Allahu Akbar, Allahu Akbar, walillahil hamd. Allahu Akbar, Allahu Akbar, Allahu Akbar, walillahil hamd. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂലാക്കട്ടെ. ഒരുപാട് ആൾ നമ്മുടെ ഹസീനാർ കട്ടത്തിലാണ്. സാലത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീനാർ കട്ടത്തിലാണ്. അവരുടെ നേതൃത്വത്തിൽ അവരുടെ പ്രവർത്തനത്തിൽ ഒരുപാട് നമ്മൾ സന്തൽ വരവും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. എന്നാലും ഒരുപാട് അരിയും 2 കിൻഡലിനടുത്ത് പഞ്ചസാര, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അബ്ദുൽ ഖാദർ, ഷാവുൽ അമീദ്, സുഭാഷ് ഷെട്ടി, ഹഫീസ്, അങ്ങനെ ഒരുപാട് ആളുകൾ അരിയും പഞ്ചസാരയും ഹസീനാർ ഘട്ടത്താറല്ല കെയറോഫിലായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹസീനാറിനും ആ തന്നവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ആടുണ്ട്, ഒരു ഗർഭിണിയായ ആടാണെന്ന് പറഞ്ഞത്. അത് ആരെങ്കിലും നല്ല വിലക്ക് ലേലം വിളിച്ച് ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് ഗർഭിണിയാണ്, പ്രസവിക്കാൻ അടുത്തായി എന്ന് പറഞ്ഞത്. അല്ലാഹു തആല അതൊക്കെ സ്വതക്ക തന്നവർക്ക് അല്ലാഹു തആല അതിൻ്റെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് അല്ലാഹു നന്മ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റ് കോഴി കൊണ്ടുവന്നവരുടെ ഒരു ഉദ്ദേശം വെച്ചിട്ട് അതുപോലെ തന്നെ അല്ലാഹു അവർക്ക് ഖൈർ നൽകുമാറാകട്ടെ. ഒരു സ്വർണ്ണ മോതിരം തന്നവരുണ്ട്, അല്ലാഹു തആല അവർക്കും ഖൈർ അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് സഹായിച്ച ആളുകൾ, മറ്റ് നമ്മുടെ സഖാഫി ഉസ്താദിന്റെ ബോൾമാർ പെങ്ങളല്ല സുഖമില്ലാതെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ പലരും പല ആളുകളും നമ്മുടെ ബാംഗ്ലൂരുള്ള നമ്മുടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഹമീദ് ബാദപ്പുണി അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട റഫീഖ് ബോൾമാർ അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ബാംഗ്ലൂരിലുള്ള ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സൗദി അറേബ്യയിലുള്ളവർ, ദുബൈയിലുള്ളവർ, UAE-യിലുള്ളവർ, അതുപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലുള്ളവർ നമ്മുടെ മാംസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിനു വേണ്ടി ചീർണിക്ക് വേണ്ടിയിട്ടുള്ള സഹായിച്ച ഒരുപാട് ആളുകൾ. KC റോഡുള്ള എവിടെ ജലീൽ KC എവിടെ ഇരുന്നു? ഇങ്ങോട്ട് വന്നിരിക്കണം. ജലീൽ KC റോഡ് നമ്മുടെ ഈ സ്ഥാപനത്തിന് വളരെ സ്നേഹിക്കുന്ന ഒരുപാട് നമുക്കിതിനു വേണ്ടിയിട്ട് അവിടെ KC റോഡ് ഇതിൻ്റെ പ്രചരണവും പരിപാടിയൊക്കെ സംഘടിപ്പിച്ച ചെറുപ്പക്കാരനാണ്. അവർക്കും KC റോഡുള്ള പ്രവർത്തകർക്കും അല്ലാഹു, കൂടെ വന്നവർക്കും എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ സംഭാവനകൾ അല്ലാഹു സ്വീകരിച്ച് അതിൻ്റെ മരിച്ചുപോയവരുടെ ഖബറുകളിലേക്ക് അതിൻ്റെ മിഥല സവാബ് അല്ലാഹുവിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് നമ്മുടെ പാണത്തൂർ, കാഞ്ഞങ്ങാട് പാണത്തൂറുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഹംസക്ക എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ബഹ്റൈനിലുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരിൽ 2.5 കിൻഡലോളം അരി നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ, മരിച്ചുപോയ ഹംസക്കയുടെ പിതാവ് അബ്ദുള്ള ഹാജി, അദ്ദേഹത്തിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ തന്നെ ഹംസക്കയുടെ ഉമ്മയുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഹംസക്കാക്കും കുടുംബത്തിനും നീ ഖൈർ നൽകണേ അല്ലാ. അതുപോലെ തന്നെ നമുക്കിവിടെ 1 കിൻഡലോളം ഇറച്ചിക്ക് നമുക്ക് പൈസ തന്നിട്ടില്ല, നമ്മൾ ചോദിച്ചിട്ടില്ല, വേറെതോ വൈക്കാറിന് നമുക്ക് തന്ന നമ്മുടെ പ്രിയപ്പെട്ട, എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആസിഫ് കൂടനപള്ളി, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. യേശുനാജിൻ്റെ മകൻ കെട്ടിയത് ആസിഫ് കൂടനപള്ളിൻ്റെ മകളെയാണ്. അല്ലാഹുവേ, ആസിഫ് കൂടനപള്ളിക്കും കുടുംബത്തിനും നീ ഖൈർ നൽകണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ മകൾക്ക് അവരുടെയും മറ്റുള്ള വേണ്ടപ്പെട്ടവർക്കൊക്കെ മക്കൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇണകളെ തേടുന്നവരുണ്ട് അല്ലാഹ്. ഖൈറായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ഇണകൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പുതിയാപ്പിള വേണ്ടവർക്ക് പുതിയാപ്പിളമാരെ, പുതിയെണ്ണ വേണ്ടവർക്ക് പുതിയെണ്ണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. യോജിച്ച ഇണകളെ എത്തിച്ച് അവരെ വിവാഹ ജീവിതം നീ വളരെ റാഹത്തിൽ നടത്തി കൊടുക്കണേ അല്ലാഹ്. നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്.
മറ്റ് ഒരുപാട് ആളുകൾ പലരും പല നിലക്കും പൂക്കാക്ക നേരത്തെ കുടുംബത്തിൽ വേറെ ആരോ വിഷയം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ നീ റാഹത്തിലാക്കണേ അല്ലാ. അവരുടെയൊക്കെ ഫാമിലികളുണ്ട് ഇവിടെ, പെണ്ണുങ്ങന്മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ നടക്കുകയാണ്. അതിനിടയിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരവരെ ചീറിനെ എവിടെ ഇരിക്കുക, എന്നിട്ട് ചീറിനെ വാങ്ങിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞ് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ വന്നിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് പോവാം. ഇൻഷാ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലക്കൽ ഹംദു വലക്കൽ ശുക്ർ يا الله عليك نتوكل يا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن الكريم إلى حضرة روح نبينا المصطفى محمد صلى الله عليه وسلم. اللهم فإلى حضرات أرواح أهل الخير أجمعين. اللهم انفعنا بعلومهم وأسرارهم يا رب العالمين. മഹാന്മാരെ ഹളറത്തിലെത്തിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ ഹളറത്തിലെത്തിച്ചു കൊടുക്കണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലെത്തിക്കണേ അല്ലാ. സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കൾ അസ്ഹാബുൽ ബദർ അസ്ഹാബുൽ ഉഹദ് മറ്റ് ശുഹദാക്കളെ ഹളറത്തിലെത്തിക്കണേ അല്ലാ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ഹളറത്തിലെത്തിക്കണേ അല്ലാ. അഖ്ത്വാബുൽ അർബഅ അഇമ്മത്തുൽ അർബഅത്തുകൾ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങൾ മഹാന്മാരെ എല്ലാ ഹളറത്തിലെത്തിക്കണേ അല്ലാ. അവരെയൊക്കെ വലുതും ബറക്കത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇവിടെ കൂടിയ സാധുക്കളായ മുഅ്മിനീൻ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ട ബാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്. അല്ലാഹുവേ നീ ഖൈറൻ അവർക്കൊക്കെ ഇതിൻ്റെ മിഥ്ല സവാബ് നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. അവരെയും ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ വേണ്ടപ്പെട്ടവരെയും ഞങ്ങളെല്ലാവരെയും മുഅ്മിനീങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ വിശ്വസിച്ച് ഞങ്ങൾക്കൊണ്ട് അമലൊന്നും ചെയ്യാൻ പറ്റിയില്ല. യാ അല്ലാഹ് നീ ഞങ്ങളെ കാണുന്നവരാണ്, ഞങ്ങളെ നന്നായി അറിയുന്നവരാണ്. ഒന്നുമില്ലാതെ നിനക്ക് നന്നായി അറിയാലോ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഇത്ര മുഅ്മിനീങ്ങൾ ചെയ്തതും ഒക്കെ വെറുതെ ആയ, പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഒന്നുമില്ലല്ലോ. നീ സ്വീകരിക്കണേ അല്ലാഹ്. സ്വതക്ക തന്നവരെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാഹ്. വന്നവരെ വരവ് സ്വീകരിക്കണേ അല്ലാഹ്. പ്രവർത്തിച്ചവരെ പ്രവർത്തനം സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്. നീയാണ് ഉടമ, ഞങ്ങൾക്കൊന്നും ആവൂല, ഞങ്ങൾക്കൊന്നും അറിയൂല, ഒരു കഴിവില്ലല്ലോ അല്ലാഹ്. എല്ലാ ദോഷവും നിന്റെ മഹളായ ഫള് കൊണ്ട് ഔദാര്യം കൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ മനസ്സിലും
ഈമാനിൻ്റെ ലദ്ദത്ത് ഞങ്ങൾക്ക് മനസ്സിലും ഞങ്ങളെ ചിന്തയിലും ഞങ്ങളെ ഇബാദത്തുകളിലും ഏറ്റിത്തരണേ അല്ലാഹ്. തലകുത്തി മറിയുന്നു എന്നല്ലാതെ ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലല്ലോ. ഒരു5 മിനിറ്റ് പോലും നിന്നെ മാത്രമൊന്ന് ഓർത്ത് നിൽക്കാനാവുന്നില്ല. ഞങ്ങളെ ചുറ്റുപാട് ആ രീതിയിലായപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ ആയിട്ടുണ്ട്. നീ കാക്കണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. ഗഫൂറായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, റഹ്മാനും റഹീമുമായ അല്ലാഹ്. ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു വഴിയിലേക്കും ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാൻ ഉറപ്പിച്ചു തരണം അല്ലാഹ്. ഈമാൻ ഏറ്റിത്തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈ ഞങ്ങളെ നന്നായി അറിയുന്നവനാണല്ലോ അല്ലാഹ്. നീ ഞങ്ങളോട് കൽപ്പിച്ചു, ഞങ്ങൾ നിനക്കെതിരെ കാണിച്ചു. നീ ഞങ്ങളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്തു. ഞങ്ങളവസ്ഥ നിനക്ക് നന്നായി അറിയാലോ അല്ലാഹ്. നിന്റെ വാതിലിന്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുകയാണ് റഹ്മാനായ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ കവാടത്തിന് മുന്നിൽ നിരക്കുകയാണ് അല്ലാഹ്. ഹബീബായ മുത്ത് റസൂൽ തങ്ങളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അവിടുന്നോ ഞങ്ങളെ തട്ടരുത്, നീ ഞങ്ങളെ തട്ടരുത്. പിന്നെ ഞങ്ങളെ മുഅ്മിനീങ്ങൾക്ക് ആരുമില്ലല്ലോ അല്ലാഹ്. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലല്ലോ അല്ലാഹ്. എത്ര ഉമ്മമാരിത് കരുതി വന്നവരുണ്ട് റബ്ബേ, എത്ര ഉമ്മമാരിത് കരുതി വന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്. നിന്റെ സ്വർഗം അവർ കണ്ടിട്ടില്ലെങ്കിലും അത് കിട്ടാൻ വേണ്ടിയാണ്, ഖബറിൽ രക്ഷപ്പെടാനാണ്, അവിടെ രോഗം ശിഫയാകാനാണ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്. നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ, ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. നിന്നെ നല്ല അടിമകളിൽ പെടുത്തണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിലും സ്വാലിഹത്തുകളുമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിലും ഞങ്ങളെ തടികൾക്ക് ആരോഗ്യം തരണേ അല്ലാഹ്. ഒരു രോഗവും തരല്ലേ അല്ലാഹ്. രോഗം വന്നിട്ട് നീ അങ്ങനെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. വെള്ളം ഇറക്കാൻ പറ്റാത്തവര്, ശ്വാസം കഴിക്കാൻ പറ്റാത്തവര്, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവര്, റഹ്മാനായ അല്ലാഹ് തന്ന ആരോഗ്യം വർദ്ധിപ്പിച്ച് നിലനിർത്തി തരണേ അല്ലാഹ്. ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നിന്റെ തരണേ അല്ലാഹ്. ഞങ്ങളെ നീ പെട്ടെന്ന് വരുപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ പെട്ടെന്ന് വരുപ്പിക്കല്ലേ അല്ലാഹ്. പൂർണ്ണാരോഗ്യത്തോടെ ദീർഘായുസ്സ് നിന്റെ ത്വാഴത്തിലും പൊരുത്തത്തിലും നീ ഞങ്ങൾക്കെല്ലാം തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദീനിനൊക്കെ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. നീ വഴി തുറന്നു തരണേ അല്ലാഹ്. നീ മാർഗം എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൂടെ കൂടിയവരെയും ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളാളെ മുമ്പിൽ എത്ര സാരന്മാരായാലും, ആളെ മുമ്പിൽ ഞങ്ങളൊന്നുമല്ലാതായാലും അല്ലാഹ്, അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. നീ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. നീ ഒന്ന് സ്വീകരിച്ചവരിലൊന്ന് സാധുക്കളായ ഞങ്ങളെയും വന്നവരെയും വേണ്ടവരെയും സഹകരിച്ചവരെയൊക്കെ പെടുത്തണേ അല്ലാഹ്. ഇവിടെ കഴിക്കുന്ന ഓരോ മണി അരി, ഓരോ വറ്റിനും
അതിൻ്റെ ഹസനത്ത് അതാ അത് വേണ്ടപ്പെട്ടവർ സ്വതക്ക ചെയ്തവർക്ക് നൽകണേ അല്ലാഹ്. ഇറച്ചിക്ക് വേണ്ടി നൽകിയവർ മദീനയിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, നീ ഖൈർ നൽകണേ അല്ലാഹ്. ഹനീഫ മൂടബിദ്ര നീ ഖൈർ നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ റഫീഖ് മാണി നീ ഖൈർ നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റ് പലരുണ്ട് അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. മറ്റ് വിഷമങ്ങളുള്ളവരുണ്ട്, ഉമ്മമാരിലുണ്ട്, മുഅ്മിനീങ്ങളിലുണ്ട്. റഹ്മാനായ അല്ലാഹ് നീ ഖൈർ നൽകണേ അല്ലാഹ്. പുതിയ ആപ്പിളമാരെയും പുതിയണ്ണിനെയൊക്കെ തേടിയിട്ട് വിഷമുള്ളവരുണ്ട്, നല്ലൊരു യോജിച്ച ഇണയെത്തിയിട്ട് അവരെ വിവാഹ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. നിശ്ചയിച്ച വിവാഹങ്ങൾ റാഹത്തിൽ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞവരുണ്ട്, ബഷീറാജിൻ്റെ മകള്, അല്ലാഹുവേ റാഹത്തുള്ള ജീവിതം നൽകണം റഹ്മാനെ. പൂക്കാക്കയുടെ മകളും കുടുംബവും റാഹത്തും കുഞ്ഞിനും നൽകണേ. ഇനിയും സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകഹാജിയാർ അവരെയും കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുപോലെ ഇവിടെയുള്ള ഏഷ്യനാജി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷൗക്കത്ത്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിബാബ ഹാജി, അതുപോലെ തന്നെ ഫാറൂഖ് ഹാജി, അല്ലാഹുവേ നീയും അവരും അറിയുന്ന വിഷമമുണ്ട്, നീയും അവരും അറിയുന്ന വിഷമമുണ്ട്. ആ വിഷമം നീ അവരെ മനസ്സ് കാണുന്നവരല്ലേ, ഒന്ന് ഏറ്റെടുക്കണേ അല്ലാഹ്. ഒന്ന് പരിഹരിച്ചു കൊടുക്കണേ, ഒന്ന് പരിഹരിച്ചു കൊടുക്കുക അല്ലാഹ്. നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളിൽ പലരും നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്. ഞങ്ങളിവിടെ കൂടെയുള്ളവരുണ്ട്, ഭക്ഷണം കൊടുത്ത വശറഫും കുടുംബവും ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് ലിംബ തന്ന ഞങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ അനുജൻ അല്ലാഹുവേ, മറ്റു വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും ആരോഗ്യം നൽകണേ അല്ലാഹ്. പലർക്കും പലതുണ്ട് അല്ലാഹ്. സഹോദരിമാരിലുണ്ട്, പരിശോധിച്ചപ്പോൾ സ്തനത്തിൻ്റെ ഭാഗത്ത് ക്യാൻസർ നടന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവേ കുഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലുള്ളവരുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട്, എളുപ്പത്തിൽ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, ക്ഷീണം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരും കുഞ്ഞുങ്ങളും ഉണ്ട്, ഏറ്റെടുക്കണേ അല്ലാഹ്, കാത്ത് സലാമത്തിലാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമാക്കണേ അല്ലാഹ്, എല്ലാ ശർറിൽ നിന്നും കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന, സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർ, ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, വുമൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, അല്ലാഹുവേ അവരെയും കുടുംബങ്ങളിലൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളും ആക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും തരണം റഹ്മാനെ. എല്ലാ പഠിച്ച ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അതുപോലെ ഇവിടെ മറ്റ് പല പണികളും ചെയ്തവര്, പ്രവർത്തകര്, അതുപോലെ തന്നെ ഇവിടെ ഇന്നലെ മുതൽ മിഞ്ഞാന്ന് മുതൽ കുറേ ദിവസങ്ങളായി ബാനർ കെട്ടാൻ പോയവര്, അതുപോലെ തന്നെ ബാനർ അടിക്കാൻ പൈസ കൊടുത്തവര്, അതുപോലെ തന്നെ കമ്പം കെട്ടാൻ പോയവര്, റോഡ് ശരിയാക്കാൻ വേണ്ടി പ്രവർത്തിച്ചവര്, അങ്ങനെ പലരാറും, ഹസീനാറ്, ഇഖ്ബാല്, വേറൊരു ഇഖ്ബാല്, അതേപോലെ തന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട ഇബ്രാഹിം, ചെറുപ്പക്കാരൻ സ്വർണം കളവ് പോയിട്ടുണ്ടെന്ന് വീട്ടിൽ നിന്ന്, അല്ലാഹുവേ നീ അത് തിരിച്ച് നീ അവർക്ക് കിട്ടിക്കണേ അല്ലാഹ്. ആരാണോ എടുത്തത് അയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ്. സകല ശർറിൽ നിന്നും കാക്കണം റഹ്മാനെ. സാധുക്കളായ മുഅ്മിനീങ്ങൾ അല്ലാഹുവേ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്. നീക്കനെ തവക്കൽ യാ അല്ലാഹ്. അല്ലാഹ് അവസാനം മരണം വരുമ്പോൾ
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈമാനോടെ മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. കേസുകളിൽ പെട്ടുപേർ വിഷമിക്കുന്നവരുണ്ട്. കേസ് കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, നീ അനുകൂലമായ വിധി വരുത്തണേ അല്ലാഹ്. കിട്ടേണ്ടത് അവർക്ക് അവരുടെ ഹക്ക് നീ വാങ്ങിക്കൊടുക്കണേ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ലത്തീഫ് യാ അല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം എന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നീ അവരുടെ അവകാശം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പലരോട് പൂക്കാക്ക അവരൊക്കെ അതുപോലെ തന്നെ കലണ്ടർ അവരൊക്കെ കമ്പനികളിൽ അവർക്ക് കിട്ടാനുണ്ട് അല്ലാഹുവേ. അവരെ പണിയെടുത്തവർക്ക് അല്ലാഹു അവരുടെ ഹക്ക് നീ അവർക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെ കമ്പനികളിൽ നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. അബൂബക്കർ സാലത്തൂർ ഞങ്ങൾ ഇവർ ഇറച്ചിക്ക് പൈസ തന്നിട്ടുണ്ട്. മരിച്ചുപോയ പിതാവിൻ്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഉമ്മക്കും കുടുംബത്തിനും കാവലും ആഫിയത്തും നൽകണേ അല്ലാഹ്. അബ്ദുൽ ഖാദിർ സാലത്തൂർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് അവരെ പെങ്ങളെ ഭർത്താവ് ഡയാലിസിസ് ചെയ്തിയാണ്. നീ ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ ഇവിടെ അടുത്തുള്ളൊരു ഉസ്താദ് ഉണ്ട്. അല്ലാഹുവേ, നീ കിഡ്നിക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ശിഫ കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, നീ റാഹത്തിലാക്കണം റഹ്മാനെ. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹനിധികളായ ഉമ്മമാര്, രക്ഷിതാക്കള്, അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. നീ അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ശിഷ്യന്മാർ, മുത്തഅല്ലിമീങ്ങൾ, മക്കള്, അല്ലാഹുവേ, നീ ഉഖറവിയായ മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നല്ല അധ്വാനിച്ച് ഇഖ്ലാസോടെ പഠിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. നീ സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും ഞങ്ങളെ മക്കളെ എല്ലാവരെയും പെടുത്തണേ അല്ലാഹ്. അവരൊക്കെ പരീക്ഷകളിൽ നീ എളുപ്പവും വിജയവും നീ നൽകണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പലരുണ്ട് പഞ്ചസാര കൊടുത്തയച്ചവരുണ്ട്, ലിംബ നൽകിയവർ, വെള്ളം കലക്കിയവർ, അരി കൊടുത്തവർ ഒക്കെ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്. നീ കബൂലാക്കണം റഹ്മാനെ. അതുപോലെ മറ്റ് പല രീതിയിൽ സഹായിച്ചവർ അല്ലാഹുവേ, പല രീതിയിൽ സഹായിച്ചവർ അല്ലാഹു എല്ലാവരെയും നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. വീട് നിർമ്മാണം ഉദ്ദേശിക്കുന്നവരുണ്ട്, ഖൈറായ വീടിൻ്റെ വഴി എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദുമാര്, അല്ലാഹുവേ, നീ അവരെ കുടുംബത്തിനും അവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ആരോഗ്യം ആഫിയത്തും കാവലും നൽകണേ അല്ലാഹ്. നമ്മുടെ മദ്രസയിൽ നമ്മുടെ ഉസ്താദുമാര്, സ്കൂളിൽ മദ്രസയിൽ നല്ല രീതിയിൽ മക്കളെ പഠിപ്പിക്കുന്ന, അധ്വാനിക്കുന്ന, സേവനം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, അല്ലാഹുവേ, സഹപ്രവർത്തകർ, അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. മറ്റ് അവിടെയുള്ള അധ്യാപകന്മാർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ശർറിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين واعف عنا يا عفو يا كريم. آمين برحمتك يا أرحم الراحمين. വസിയത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും വന്ന് ബഹുമാനപ്പെട്ട ചെയ്തവർകളും കൂടിയുണ്ട്. മുസാഫഹത്ത് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള സംഭാവനകൾ പ്രത്യേകിച്ച് എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. ഇത്ര ഒരു പരിപാടി വെച്ച വലിയ പിരിവാക്കും നമ്മളിപ്പോൾ ഇവിടെ പിരിവാക്കാത്തത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എന്നാലും നിങ്ങളറിഞ്ഞ് ഈ സ്ഥാപനത്തിന് ആവുന്നവരൊക്കെ സംഭാവന കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖബൂലാക്കട്ടെ.
സയ്യിദ് അവരെ അറിയിച്ചതുപോലെ തന്നെ യാതൊരു പരിവും ചോദിച്ചിട്ടില്ല. പലരും ആവശ്യപ്പെട്ടപ്പോഴും തങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നദിബയിൽ തങ്ങളുടെ കൈ മുസാഫാത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട സയ്യിദ് തലക്കി തങ്ങൾ അതുപോലെ നദിബയിൽ തങ്ങളുണ്ട്. അല്ലാഹു തആല സയ്യിദന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബറുക്ക് ഇവിടെ തന്നെ നൽകുന്നുണ്ട്. ആരും തിരക്കാക്കരുത്. അതായത് മുൻപിൽ അവിടെ നിന്ന് തർത്തീബായി തന്നെ അത് വാങ്ങി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. തിരക്ക് കൂട്ടരുത്. പെണ്ണുങ്ങളുടെ ഭാഗത്തും നല്ല സാവധാനത്തോടെ താജുൽ ഉലമയുടെ പേരിലുള്ളതാണ്, ബർക്കത്ത് കാംക്ഷിച്ചുകൊണ്ട് സാവധാനത്തോടെ വാങ്ങണമെന്ന് അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാഗത്തിലൂടെ മുസാഫാത്ത് ചെയ്ത് മറ്റൊരു ഭാഗത്തിലൂടെ പോയെങ്കിൽ തിരക്കാവാനില്ല, സഹകരിക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി